സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും കെഎസ്യുവും 6 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം പിതാവ് തന്നെ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിച്ചേക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നു. രാഹുൽ, ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമരം അവസാനിപ്പിക്കണമെന്നാണ്. അതുകൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്? ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീ എം ഹസൻ സാറ് ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എത്തിയതിനു ശേഷം അവരെടുക്കുന്ന ഒരു തീരുമാനം ഇപ്പോൾ ഞങ്ങളുടെ ആരോഗ്യത്തെക്കാൾ ഞങ്ങളുടെ കൺസേൺ ഈ വിഷയത്തിനകത്ത് നീതിക്കാണ്. അപ്പോൾ അവർ പറയുന്ന തീരുമാനം ഞങ്ങൾ പറയും. അല്ല, ഈ പിതാവ് പറയുന്നത് ഇനിയും ആരോഗ്യനില വഷളാകുന്ന തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സമരം തുടരേണ്ടതുണ്ടോ എന്ന ഒരു കൺസേണാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ കൺസേൺ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയത്താണ് ആ പിതാവ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൺസേണിനെ വളരെ ഗൗരവത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിന് ഞങ്ങളിലുണ്ടാകുന്ന കൺസേൺ സ്വാഭാവികമായിട്ട് സിദ്ധാർത്ഥനെ പോലെ ആയിരിക്കും ഞങ്ങളെ പരിഗണിച്ചത്. അതിനകത്ത് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ഈ വിഷയത്തിനകത്ത് പാർട്ടി നേതൃത്വം കൂടിയെടുത്തത്. കാരണം എങ്ങനെയാണ്, കാരണം അവരാവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ സംതൃപ്തിയോടെയാണെങ്കിൽ ഈ സമരം ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ തീരുമാനിക്കും. ഈ ഒരു കാര്യം കൂടി, ഇത്തരം ഒരു നടപടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇവിടേക്ക് എത്താതിരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ഈ വിഷയത്തിനകത്ത് ഇപ്പം ഞാൻ സമരം ചെയ്യുന്നത്, അലോഷ്യ സമരം ചെയ്യുന്നത്, ജബിത്ത സമരം ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഉള്ളിൽ ബാധിച്ചൊരു വിഷയമാണ്. പാർട്ടി ഇത് പറയുമ്പോൾ ഞങ്ങളെ ഉള്ളിൽ ബാധിച്ചതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല. മാത്രമല്ല ആ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, 41 ചടങ്ങുകൾ കഴിയുന്നതിന് മുമ്പ് അത്ര ഒരു കാര്യത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇത് കഴിയുമ്പോൾ വരാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണ്. ഇന്ന് സംസാരിച്ചിരുന്നു അദ്ദേഹം മാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തോട് ഇതിനു മുൻപ്, അതായത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും സങ്കടം കണ്ടപ്പോഴാണ് ഈ വിഷയം ഞാനൊക്കെ വൈകാരികമായി ഇതിനെ സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും അങ്ങനെ ഇപ്പൊ ഇവിടെ വരണം അങ്ങനൊന്നും അല്ലല്ലോ. ആ പിതാവ് കടന്നു പോകുന്ന ഇപ്പം 41 കഴിയുന്നതിന് മുന്നേ, ഇപ്പൊ 40 അവരൊരു വിശ്വാസ കുടുംബമാണ്. 41 കഴിയുന്നതിന് മുന്നേ ആ പിതാവിന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ലേ? മുഖ്യമന്ത്രിക്ക് ഒന്ന് പോയിക്കൂടാറ്, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വിശ്വാസപരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ കുട്ടിയുടെ നീതി തേടിയിട്ടല്ലേ പിതാവ് വരുന്നത്. അപ്പൊ അത് മുഖ്യമന്ത്രി കൂടി ആലോചിക്കണം. മുഖ്യമന്ത്രിയല്ല, ശ്രീമതി വീണയുടെയും ശ്രീ വിവേകിന്റെയും പിതാവ് അതൊന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. ചെയ്തത് ശരിയാണോ അല്ലയോ?